എല്ലാവർക്കും മിനാഷ് പ്ലസ്മിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം ബാലൻസിങ് വർക്ക് ആൻഡ് ഫാമിലി എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാം വർക്ക് ചെയ്യുന്നവരാണ്, പക്ഷെ പലപ്പോഴും ഇത് തമ്മിലൊരു ബാലൻസിങ് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ട്. അപ്പോൾ നമ്മളുടെ വർക്കും ഫാമിലിയും എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചില ടിപ്പുകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് ഫാമിലിയും വർക്കും കൂടെ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും നോക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ സെറ്റ് ക്ലിയർ പ്രയോറിറ്റീസ് എന്നുള്ളതാണ്. ആദ്യമായിട്ട് തന്നെ നമ്മൾ ഇത് രണ്ടിനും, വർക്കിനും ഫാമിലിക്കും ഒരു പ്രയോറിറ്റി, ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രയോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യണം. നമ്മൾ വർക്ക് ടൈമിൽ കൂടുതൽ ഫാമിലി കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആകാതെ വർക്കിൽ കൂടുതലായിട്ട് നമ്മൾ എൻഗേജ് ചെയ്ത് അത് കൃത്യമായിട്ട് നമ്മുടെ വർക്കിൽ പെർഫെക്ഷൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക വർക്കിംഗ് ലൈഫിൽ. അതേസമയം നമ്മൾ ഫാമിലിയിൽ എത്തിക്കഴിഞ്ഞാൽ, വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഓഫീസിലെ കാര്യങ്ങളുമായിട്ട് വരാതിരിക്കുക. കാരണം വീട്ടിൽ വന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് വർക്ക് ഫ്രം ഹോം എന്നുള്ളൊരു ഓപ്ഷൻ ഒഴിവാക്കുക. കുറച്ച് കാര്യങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് ചെയ്ത് തീർക്കുക. പക്ഷേ ആ സമയത്ത് നമുക്ക് നഷ്ടപ്പെടുന്നത് ഫാമിലിയുമായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള സമയമായിരിക്കും. അപ്പോൾ ക്ലിയർ ആയിട്ടൊരു പ്രയോറിറ്റി സെറ്റ് ചെയ്യണം ഫാമിലിക്കും വർക്കിനും. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൗണ്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. വർക്ക് എപ്പോഴും ഫാമിലിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കുക, അതുപോലെ ഫാമിലി എപ്പോഴും വർക്കിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. ഓഫീസിലെ ഹെഡേക്ക് എല്ലാമായിട്ട് നമ്മൾ വീട്ടിലേക്ക് വരാതിരിക്കുക. ഓഫീസിലെ ടെൻഷൻസോ പ്രോബ്ലംസോ അത് വെച്ചിട്ട് വീട്ടിൽ ബിഹേവ് ചെയ്യാതിരിക്കുക. അങ്ങനെ ഒരു ക്ലിയർ ആയിട്ടൊരു ബൗണ്ടറി, ആ കാര്യങ്ങളെല്ലാം അവിടെ വെച്ചിട്ട് വേണം പോകാൻ. ഫാമിലിയിൽ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളുണ്ടോ അതുകൊണ്ട് വർക്ക് ലൈഫിലേക്ക് പോകരുത്. കാരണം അവിടെ നമുക്ക് കൃത്യമായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കാതെ വരും. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് നമുക്ക് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അടുത്തതായിട്ട് ഒരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഒരു ദിവസം എങ്ങനെ നമ്മൾ വിനിയോഗിക്കണം എന്നുള്ളതിന് ഒരു ഷെഡ്യൂൾ, അതുപോലെ ഒരു ആഴ്ച നമ്മൾ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതിന് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുക. ഈ ഷെഡ്യൂളിൽ തീർച്ചയായിട്ടും വർക്ക് ചെയ്യാനുള്ള സമയത്ത് വർക്ക് ചെയ്യണം, അതേ സമയത്ത് ഫാമിലിക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് നമുക്ക് ഫലപ്രദമായിട്ട് കുറേ ക്വാളിറ്റി ടൈംസ് ഫാമിലി ടൂറിലൂടെ സ്പെൻഡ് ചെയ്യാവുന്നത് പോലെ നമ്മൾ ഒരാഴ്ച ഷെഡ്യൂൾ ചെയ്യണം. വേറൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈം മാനേജ്മെൻറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ടൈം ടേബിൾ. അതിന് വേണ്ടിയിട്ട് നമുക്ക് കലണ്ടേഴ്സ് ഉപയോഗിക്കാം, എന്തെങ്കിലും പ്ലാനേഴ്സ്, അതുപോലെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ്, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വർക്ക് കൃത്യമായിട്ട് അല്ലെങ്കിൽ ടൈം കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഒരു ടൈം മാനേജ്മെൻറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒരു ടാസ്ക് ഡെലിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായിട്ട് ഷെയർ ചെയ്യുക. നമുക്ക് ചെയ്യേണ്ട വർക്കുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഡെലിഗേറ്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് ചെയ്യേണ്ട വർക്കുകൾ എന്താണെന്ന് കൃത്യമായിട്ട് അസൈൻ ചെയ്യുക. അതിപ്പോൾ ഫാമിലിയിലാണെങ്കിലും ശരി, ഓഫീസിലാണെങ്കിലും ശരി. ഓഫീസിൽ മറ്റുള്ളവർ ചെയ്യേണ്ട വർക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഈവൻ സപ്പോർട്ടാണെങ്കിൽ പോലും ഒരു അത്യാവശ്യ സാഹചര്യങ്ങൾ ചെയ്യുന്നത് പോലെയാണ്. അതുപോലെ ഫാമിലിയിലാണെങ്കിലും വർക്കുകളൊക്കെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊണ്ടുപോകുക. വേറൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ടൈം അത് നോൺ നെഗോഷ്യബിൾ ആയിരിക്കണം. ഇപ്പോൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സമയം മാറ്റി വെച്ചിട്ട് അതെ എനിക്ക് ഓഫീസിൽ വർക്കുണ്ട് അതുകൊണ്ട് ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അടുത്ത ദിവസവും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. അതെ ഫാമിലി ഇന്ന് ഗെറ്റ് ടുഗദർ ഉണ്ട്, അത് നടക്കത്തില്ല. ഇന്ന് പുറത്ത് പോകാമെന്ന് വെച്ചിരുന്നു, അത് നടക്കത്തില്ല. എനിക്ക് ഓഫീസിൽ വർക്ക് കൂടുതലുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ഫാമിലി ടൈം അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്ക് ഒരുമിച്ചൊരു മീൽസ് കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഔട്ടിങ്ങോ ഗെയിം അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയങ്ങളൊന്നും ഒരിക്കലും വർക്കിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാതിരിക്കുക. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഫുള്ളി പ്രസൻറ്റ് എന്നുള്ളതാണ്. അത് നമ്മൾ വർക്കിലായിരുന്നാലും ഫാമിലിയിലായിരുന്നാലും. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട്സിനെ വിളിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലീസിനെ വിളിക്കുന്നു, ഫാമിലി പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്, നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പ്രൊഡക്റ്റീവ് ആവാൻ സാധിക്കത്തില്ല. നമ്മൾ ചെയ്യുന്ന വർക്കിൽ കംപ്ലീറ്റ് ആയിട്ട് പ്രൊഡക്റ്റീവ് ആവാൻ സാധിക്കത്തില്ല. പ്രൊഡക്ടിവിറ്റി കുറയും, നമ്മൾ ചെയ്യുന്ന വർക്കിൽ ക്വാളിറ്റി കുറയും, കോൺസെൻട്രേഷൻ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്വാളിറ്റി കുറയും. അതുകൊണ്ട് എന്താണ്, ഫുള്ളി പ്രസൻ്റ് ആയിരിക്കണം.
ഇതുപോലെ തന്നെ നമ്മൾ ഫാമിലിയിൽ വരുമ്പോഴും ആയിരിക്കണം. അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഫോൺ എടുത്തിട്ട് നമ്മുടെ കൊളീഗ്സിനെയൊക്കെ വിളിക്കുക, ഇന്ന് അതൊക്കെ സംഭവിച്ചു, ഇന്നത് സംഭവിച്ചു, അത് എങ്ങനെയായിരുന്നു, അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് എല്ലാം വീട്ടിൽ വന്നതിന് ശേഷം അവേഴ്സ് ആൻഡ് അവേഴ്സ് നമ്മളങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒറ്റപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കിന് ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധിക്കും. നിങ്ങൾക്ക് ആ ഒരു വർക്ക് ലൈഫ് ആൻഡ് ഫാമിലി ലൈഫ് ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ബി ഫുള്ളി പ്രസൻറ്റ്. നിങ്ങൾ അത് ഫാമിലിയിലായിരുന്നാലും ഓഫീസിലായിരുന്നാലും. അടുത്തത് ലേൺ ടു സേ നോ എന്നുള്ളതാണ്. നമുക്ക് എവിടെയാണോ നോ പറയേണ്ടത് അവിടെ നോ പറയാനായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അതിപ്പോൾ നമ്മൾ ഓഫീസിലാണെങ്കിലും ശരി, അതിപ്പോൾ ഫാമിലിയിലാണെങ്കിലും ശരി, പ്രോപ്പറായിട്ടുള്ള മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് തോന്നാത്ത രീതിയിൽ നമ്മൾ നോ പറയണം. ഓഫീസിലൊക്കെ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ വർക്ക് അഡീഷണൽ വർക്ക് തരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഫാമിലി ടൈം നമ്മൾ മിസ്യൂസ് ചെയ്തുകൊണ്ടായിരിക്കരുത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പറയണം, ഇല്ല എനിക്ക് ഫാമിലിയുമായിട്ട് ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, അടുത്ത ദിവസം പ്രയോറിറ്റി അനുസരിച്ച് നമുക്ക് അടുത്ത ദിവസം അത് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ഫാമിലി ലൈഫിൽ ഇഷ്യൂസ് ഉണ്ടാകുന്ന രീതിയിൽ നമുക്ക് യെസ് പറഞ്ഞ് ജോലിയിൽ വീണ്ടും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും നോ പറയേണ്ടടുത്ത് നോ പറയാനായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ ഉള്ളത് ലിമിറ്റ് സ്ക്രീൻ ടൈം എന്നുള്ളതാണ്. നമ്മൾ ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമ്മൾ കൂടുതൽ സ്ക്രീൻ ടൈം ഫോണിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ സോഷ്യൽ മീഡിയ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുക. ഇപ്പം നമ്മൾ ഓഫീസിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാതെ വരും. പിന്നെ ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഫാമിലിക്ക് കൊടുക്കുന്ന ടൈം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. സെയിം ടൈം നമ്മൾ ഫാമിലിയിൽ എത്തിയതിന് ശേഷം ഇങ്ങനെ ഫോണിൽ നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നന്നായിട്ട് ഫീൽ ചെയ്യത്തില്ല. കാരണം ആകെപ്പാടെ നമുക്ക് കിട്ടുന്ന സമയം ഈവനിങ്ങിലാണ്. വർക്ക് ത്രൂ ഔട്ട് ദ ഡേ നമ്മൾ വർക്കിലായിരിക്കും. അപ്പോൾ ഈവനിങ്ങിലാണ് എല്ലാവർക്കും ഒന്ന് ഒത്തുകൂടാനോ അല്ലെങ്കിൽ പരസ്പരം അവരുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സന്തോഷമൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നത്. ആ സമയത്ത് നമ്മൾ സ്ക്രീനിൽ സമയം ചിലവഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്കൊരു നല്ല ഫാമിലി ലൈഫ് ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തില്ല. അവിടെ ആ ഒരു ബാലൻസിങ് നഷ്ടപ്പെടും. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡ് ഫാമിലി ഇൻ റൊട്ടീൻ. സാധാരണ റൊട്ടീനായിട്ട് ചെയ്യുന്ന വർക്കിൽ ഫാമിലിയെ കൂടെ ഇൻക്ലൂഡ് ചെയ്യിക്കുക, അല്ലെങ്കിൽ നമ്മളും കൂടെ അവരുടെ കൂടെ ഇൻക്ലൂഡ് ആകുക. ഫാമിലിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഈവൻ ക്ലീനിങ് ഓർ കുക്കിംഗ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മളും കൂടെ ഇൻവോൾവ് ആകുക. അപ്പോൾ നമ്മൾ ഇൻവോൾവ് ആകുകയെന്ന് വെച്ചാൽ അവർ ഹെൽപ്പ് ചെയ്യുന്നതിന് ഉപരിയായിട്ട് നമ്മുടെ പ്രസൻസ് അവിടെ ഉണ്ടാവും. അത് അവരെ തീർച്ചയായിട്ടും ഹാപ്പിയാക്കും. മെയിനായിട്ട് അതാണ് ഉണ്ടാകുന്നത്. നമ്മൾ വളരെ കഠിനമായിട്ടൊന്നും അവരെ സഹായിക്കണമെന്നില്ല. ഇപ്പോൾ കിച്ചണിലാണെങ്കിലും അല്ലെങ്കിൽ ക്ലീനിങ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ പ്രസൻസ് അവിടെ ഉണ്ടെങ്കിൽ പോലും അവർക്കതൊരു വളരെ ഹാപ്പിനെസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഫാമിലി ലൈഫിൽ അങ്ങനെ റുട്ടീനിൽ നമ്മളും കൂടെ അതിൻ്റെ ഒരു പാർട്ടായിട്ട് മാറാനായിട്ട് നോക്കണം. അതാണ് അടുത്ത ഒരു കാര്യം. അവസാനമായിട്ടൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നമ്മുടെ സെൽഫ് കെയറിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം. ഓക്കെ, വർക്കിന് വേണ്ടിയിട്ട് മരിച്ചു കിടന്ന് വർക്ക് ചെയ്യുക, അതുപോലെ ഫാമിലിക്ക് വേണ്ടിയിട്ട് മരിച്ചു കിടന്ന് വർക്ക് ചെയ്യുക, ഇത് രണ്ടും ഒഴിവാക്കേണ്ട ഒന്നാണ്. കാരണം ഇതേ സമയം നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനും കൂടി ഉള്ള സമയം നമ്മൾ കണ്ടെത്തണം. എക്സസൈസിന്, നമ്മുടെ എൻ്റർടൈൻമെൻറ്റിന്, വായിക്കാനോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാനോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കും കൂടെ നമ്മൾ സമയം കണ്ടെത്തണം. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ഓപ്പൺലി എന്നുള്ളതാണ്. തുറന്ന് സംസാരിക്കുക. അത് ഓഫീസിലാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും നമ്മൾ തുറന്ന് സംസാരിച്ചാൽ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഐഡിയകളോ മറ്റൊരാൾക്ക് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ സംസാരിക്കാതെ എന്നെ മനസ്സിലാക്കിയില്ല എന്ന് കംപ്ലയിൻറ്റ് ചെയ്യുന്നതിൽ കാര്യമില്ല. കാരണം മറ്റുള്ളവർ മനസ്സിലാക്കുന്ന പല രീതിയിലായിരിക്കും. നമ്മൾ ക്ലിയർ ആയിട്ട് ഒരാൾക്ക് നമ്മുടെ മനസ്സിലുള്ളത് എന്താണെന്നും എന്ത് കാര്യങ്ങളാണെങ്കിലും ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അത് ഫാമിലി ലൈഫിൽ ആണെങ്കിലും വർക്ക് ലൈഫിലാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തേതുമായിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻ എ ക്വാളിറ്റി ടൈം എന്നുള്ളതാണ്. നമുക്ക് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ടൈം ഫാമിലിക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യണം. കാരണം ഡേ ടൈം, പ്രൊഡക്റ്റീവ് ടൈം മുഴുവൻ നമ്മൾ ജോബിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം, ഏതെങ്കിലും ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. പിന്നെ ഈവനിങ് കിട്ടുന്ന ഒരു ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളിപ്പം വീക്കെൻഡിലാണെങ്കിലും ഇപ്പോൾ ഹോളിഡേയ്സിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു വെക്കേഷനൊക്കെ ഈ ടൈം എല്ലാം മെമ്മറബിൾ ആക്കുക. ഫാമിലിയുമായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അതൊരു മെമ്മറബിൾ ടൈം ആക്കി മാറ്റുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു കാര്യമുണ്ട്, നമ്മുടെ ലൈഫിൽ നമ്മൾ എത്രത്തോളം പ്രൊഡക്റ്റീവായിട്ടിരിക്കുന്നു, എത്രത്തോളം ആരോഗ്യവാനായിട്ടിരിക്കുന്നു, ആ ഒരു സമയത്ത് മാത്രമേ ഏതൊരു കമ്പനിക്കും ഏതൊരു എംപ്ലോയർക്കും നമ്മളെ ആവശ്യമുള്ളൂ.
അല്ലാത്ത സമയത്ത് നമ്മളെ ആവശ്യമില്ല. പക്ഷേ ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മളെ ഏത് സാഹചര്യത്തിലും, ഏതൊരു രീതിയിലും, ഏത് സാഹചര്യത്തിലും നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നവർ, നമ്മളെ ആവശ്യമുള്ളവരുമാണ് അവർ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വർക്കും ഫാമിലി ലൈഫും കൂടെ എപ്പോഴും ഒരു ബാലൻസിങ്ങിൽ കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ പോയിന്റ്സ് നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കും. നിങ്ങളുടെ ലൈഫ് വളരെ ഹാപ്പി ആയി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.